ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ മത്സരാർത്ഥികൾക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നല്ലൊരു ഫ്രണ്ടിനെ ചൂസ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അനുമോള് ആദിലയുടെ പേരാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവരവിടേക്ക് ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആദിലേനെ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് അവർക്ക് ചെറിയൊന്ന് വണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നൂറയും അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം. കാരണം അനുമോൾ ഈ രീതിയിൽ കാണിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഞങ്ങൾ അങ്ങനെ കാണിക്കാമെന്നുള്ള രീതിയിൽ അനുമോളെയാണ് നല്ലൊരു ഫ്രണ്ടായിട്ട് നൂറ ചൂസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നൂറ വിളിച്ച സമയത്ത് പിന്നെ അനുമോൾക്ക് അത്ര ചിരിക്കാനൊന്നും അങ്ങനെ തോന്നിയില്ലായിരുന്നു. ഒരു പ്രൊമോഷണൽ ടാസ്ക് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ടാസ്ക് കഴിഞ്ഞ സമയത്താണെങ്കിലും മസ്താനി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ അവൾ നോക്കിയ സമയത്ത് ചിരിക്കാതെ ഇരുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അറിയാലോ, നമ്മൾ തമ്മിലുള്ള ഒരു പ്രശ്നം അറിയാലോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അല്ല, അതിനെ ആ ഒരു സെൻസിൽ എടുത്താൽ പോരെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അല്ല എന്നാലും എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങ് പോകുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും അതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇനിയിപ്പം നമ്മുടെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു സീക്വൻസസ് ഒക്കെ വരാൻ പോവുകയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ. അതിനുശേഷം ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചുകൂടെ മാറുന്നതാണ്. അപ്പോൾ പിന്നെ അവർ കുറച്ചുകൂടെ നല്ല ഫ്രണ്ട്സ് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്നാലും ഉള്ളിൽ കാണും, ഇനിയിപ്പോൾ പറയാനും പറ്റത്തില്ല. ചിലപ്പോൾ അത് ആദില നൂറയുടെ ഗെയിം ആയിരിക്കാം, അതേപോലെ തന്നെ അനുമോളുടെ ഗെയിം ആയിരിക്കാം. അവർക്കും ഗെയിം കളിച്ച് അവിടെ നിൽക്കാമല്ലോ, പരസ്പരം ഇഷ്ടമാണ് എന്ന് പറഞ്ഞ രീതിയിൽ. അതുകൊണ്ട് തന്നെ ചിലപ്പം ആ ഒരു രീതിയിൽ അവർ കളിക്കുന്നതായിരിക്കാം. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെ എടുത്തിട്ടുള്ളത് അനുമോൾ എടുത്തിട്ടുള്ളത് ആദിലേനെയും, നൂറ എടുത്തിട്ടുള്ളത് അനുമോളെയായിരുന്നു.